ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ ദിനപ്രതി അപ്ഡേറ്റുകൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പലർക്കും ഒരു അപ്ഡേറ്റ് കിട്ടുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 6 മാസത്തോളൊക്കെ ടൈം പിടിക്കേണ്ടത്. കാരണം ആദ്യം ബീറ്റാ വേർഷനിലാണ് വരുന്നത്, അതിനുശേഷമേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് അപ്ഡേറ്റുകളാണ്. ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ അപ്ഡേറ്റുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണെന്ന്. ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻസ് ആണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പം ആദ്യം വീഡിയോ കാണുന്നതിന് മുൻപ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 സെറ്റിംഗ്സിലാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കുറെ ഫ്രണ്ട്സുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഇവിടെ ഏറ്റവും ടോപ്പിലായിരുന്നു നമുക്ക് ആദ്യം മെനൂസ് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ താഴെയായിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് കോൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് വീഡിയോ കോളോ ഓഡിയോ കോളോ ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്കൊരു ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കൂടി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇതിലേക്ക്. അതായത് ഇവിടെ നമുക്ക് ആ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്യാം. ഒന്നുകിൽ ഓഡിയോ കോൾ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം. ഇവിടെ വീഡിയോ കോൾ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ കാണുന്നില്ല. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിലുള്ള എല്ലാ കോൺടാക്ട്സും നമുക്കിവിടെ താഴെ കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ആരായിട്ടാണോ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ പണ്ട് നമുക്ക് സൂമിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നമുക്ക് ഇതേപോലെ ഗൂഗിൾ മീറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതേപോലെയുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നമുക്ക് വാട്സപ്പ് തന്നിരിക്കുന്നത്. ഇതിൽ മാക്സിമം 31 ആളുകളെ വരെ നമുക്ക് അപ് ടു 32 ആണ് പറയുന്നത്. 31 വരെ ആൾക്കാരെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ സൂമോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. വാട്സപ്പ് വഴി തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഓഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ കോൾ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്തിട്ട് അവരുമായിട്ട് നേരിട്ട് തന്നെ സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി സൂം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഗൂഗിൾ മീറ്റിന്റെ ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്കിവിടെ ചാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഫോണിലുള്ള സ്റ്റാറ്റസുകൾ കാണുന്നുണ്ട് അല്ലേ. സ്റ്റാറ്റസുകൾ നിരന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഒരു വാട്സപ്പിൽ ഫ്രണ്ട്സ് ഏകദേശം ഒരു 100 ആളുകൾ ഉണ്ടെങ്കിൽ അതിലൊരു 100 ആളുകളുടെ ഇതേപോലുള്ള സ്റ്റാറ്റസുകളൊക്കെ ഉണ്ട്. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഒരാളുടെയൊക്കെ നമുക്ക് തെരഞ്ഞു പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് താഴേക്ക് നോക്കേണ്ടി വരും. അതിന് പകരം ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വ്യക്തിയുടെ സ്റ്റാറ്റസ് ആണോ കാണേണ്ടത് ആ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് കാണാൻ സാധിക്കും. ഇനി അവർക്ക് ചാനൽ ഉണ്ടെങ്കിൽ അതും അവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. ഇനി രണ്ടാമതൊരു പേര് ഞാൻ ഇവിടെ സെർച്ച് ബട്ടണിൽ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ അടുത്ത പേര് ഞാൻ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പം അവർ അന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സ്റ്റാറ്റസ് മാത്രമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യം ഈ ഒരു ഓപ്ഷൻ വാട്സപ്പിൽ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 100 ആൾക്കാരുണ്ടെങ്കിൽ 100 ആൾക്കാരത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ മാത്രമേ അവരുണ്ടോ എന്നുള്ള അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 2 ഓപ്ഷൻസും ഫോണിലൊന്ന് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ 2 ഓപ്ഷൻസും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്തൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ് ഇത്. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻ ആണ് എല്ലാ ദിവസവും ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.